ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മള് പല സമയത്തും പല ജോലികളൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ടയർഡായി നിൽക്കുന്ന സമയമായിരിക്കും. അപ്പൊ നമ്മൾ ഫോണൊന്ന് സൈലന്റിലാക്കാന്ന് വേണ്ടിയിട്ട് വിചാരിച്ച് സൈലന്റ് ആക്കിയിട്ട് കിടന്നുറങ്ങാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. അപ്പോഴായിരിക്കും മറ്റുള്ളവരുടെ കോളുകൾ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്ന ഒരു അടിപൊളി ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ സൈലന്റ് ആക്കിയിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. പക്ഷെ നമ്മളെ വിളിക്കുന്ന അത്യാവശ്യമായിട്ട് നമ്മളെ വിളിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സുകളോ അല്ലെങ്കിൽ കാമുകന്മാരോ കാമുകിമാരോ ആര് വിളിക്കുകയാണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ മാത്രം വിളിക്കുന്ന സമയത്ത് നമുക്ക് കോള് റിങ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. എല്ലാവർക്കും ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം. അഥവാ നമുക്ക് അത്രയും അത്യാവശ്യമുള്ള ആളുകളാണെങ്കിൽ മാത്രം നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും പറ്റും. അത് പറയുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടത് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും പിന്നെ ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഉപയോഗിക്കുന്ന പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. ഇപ്പൊ നമ്മൾ ഫോൺ ഒന്ന് സൈലന്റ് മോഡിലേക്ക് ആക്കിയിട്ട് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വിചാരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് കോളുകൾ വന്ന് ശല്യപ്പെടുത്തുക അല്ലെ. പക്ഷേ നമുക്ക് ചില കോളുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോളുകൾ നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ, ആ ഡയലർ പാഡ് കണ്ടില്ലേ, ഡയലർ പാഡിൽ നമുക്ക് ഇവിടെ താഴെ നോക്കിയാൽ കാണാം, നമുക്ക് കോൺടാക്ട്സ് പറഞ്ഞ ഓപ്ഷൻ കാണാം അല്ലെ. ആ കോൺടാക്ട്സ് എടുക്കുക. കോൺടാക്ട്സിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട അത്രയും വേണ്ടപ്പെട്ട ആളുകൾ ഞാൻ രണ്ടാൾക്കാരെ ഞാൻ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ആ കോള് എനിക്ക് പ്രശ്നമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, അതിന് തൊട്ട മുകളിൽ കാണുന്ന ആ ഒരു സ്റ്റാർ മാർക്കിംഗ് കാണുന്നില്ലേ, ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾ രണ്ടാമത്തെ ഒരു കോൺടാക്ട് അതുപോലെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാര്യ ഭർത്താവോ അല്ലെങ്കിൽ ആരുടേതാണോ ഇതേപോലെ ചെയ്തു വെക്കേണ്ടത് അതേപോലെ ചെയ്തു വെക്കുക. രണ്ടാമത്തെ കോൺടാക്ട് എടുത്ത് മുകളിൽ ഫേവറേറ്റ്സിൽ ആ സ്റ്റാർ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് പിന്നെ സെറ്റിംഗ്സിലേക്കാണ്. സെറ്റിംഗ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ടോപ്പിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് താഴെ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് സെലക്ട് ചെയ്യാം. ആ ഡു നോട്ട് ഡിസ്റ്റർബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം നമ്മൾ ഡു നോട്ട് ഡിസ്റ്റർബ് നമ്മൾ ഓൺ ആണോ അല്ലെങ്കിൽ ഓഫ് ആണോ നമ്മൾ നോക്കണം. ഇവിടെ ഞാൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഓഫ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് എനേബിൾ ചെയ്യുക. ഇതിപ്പോ ഓഫ് ആണ്, നമ്മളൊന്ന് ഓൺ ചെയ്ത് വെക്കുക. ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓൺ ചെയ്തതിനു ശേഷം ഇവിടെ താഴെ നമുക്ക് എക്സെപ്ഷൻസ് കാണിക്കുന്നുണ്ട്. കോൺടാക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ താഴെ കണ്ടില്ലേ, എക്സെപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അവിടെ കോൺടാക്ട്സ്, ആ കോൺടാക്ട്സിൽ ഇപ്പൊ ഫേവറേറ്റ്സ് മാത്രമാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ആ ഫേവറേറ്റ്സിന്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഒന്നുകിൽ നണ്ണ് കൊടുത്താൽ ആരതും ഉണ്ടാവില്ല, കോൾ വരില്ല. പിന്നെ ഓൾ കോൺടാക്ട്സ് എന്നാൽ എല്ലാ കോൾസും. പക്ഷെ ഞാനിവിടെ ഫേവറേറ്റ്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഫേവറേറ്റ്സിൽ ആ രണ്ടാളുകളുടെ പേര് കൊടുത്തത് കൊണ്ട് അവരുടെ കോൾ മാത്രമേ നമ്മൾക്ക് വരുള്ളൂ. നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഈ കോളുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അടിപൊളി ഒരു ഓപ്ഷനാണ്, എല്ലാവരും ചെയ്തു വെച്ച് നോക്കുക.